ഹലോ നമസ്കാരം, ഞാൻ ബിന്ദുവാണ് കേട്ടോ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പപ്പായ കൊണ്ടുള്ള ഒരു ഷെയ്ക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായി കിട്ടുന്ന പപ്പായ കൊണ്ട് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ഒരു ഷെയ്ക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി നല്ലോണം പഴുത്ത ഒരു പപ്പായ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഞാനിതിൻ്റെ നടു മുറിച്ചെടുക്കുകയാണ്. ഞാൻ ഈ ഒരു പകുതി കഷ്ണമാണ് ഷെയ്ക്കിന് വേണ്ടി എടുക്കുന്നത്. ഇത് തൊലിയൊക്കെ കളഞ്ഞ് ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാം. പപ്പായ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തു. പകുതി പപ്പായ എടുത്തപ്പോൾ തന്നെ ഇത്രയുണ്ട് കേട്ടോ. എൻ്റെ കയ്യിലുണ്ടായിരുന്നത് വലിയൊരു പപ്പായ ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പകുതി എടുത്തത്. ഇതിനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മധുരത്തിന് വേണ്ടി 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രീസറിൽ വെച്ച് കട്ടയാക്കിയ പാല് 1/4 ലിറ്റർ, അതായത് 250 ml, ഒരു പാക്കറ്റിൻ്റെ പകുതി അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് കയ്യിലില്ലാത്തവർ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഞാനിതിൽ കുറച്ച് കപ്പലണ്ടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ. കപ്പലണ്ടി ചേർത്ത് കൊടുത്തില്ലെങ്കിലും ഈ ഷെയ്ക്കിന് നല്ല ടേസ്റ്റാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുതേ. ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തു. നല്ല തിക്കായിട്ടുള്ള ഷെയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് പകർത്താം. ഹെൽത്തിയും ടേസ്റ്റിയുമായ പപ്പായ ഷെയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി പപ്പായ കിട്ടുമ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊരു ഷെയ്ക്ക് ഉണ്ടാക്കി നോക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.